അതിനിടെ ഗഗൻയാൻ ദൗത്യത്തിലെ മലയാളി അടക്കമുള്ളവരുടെ 4 പേരുകൾ പുറത്തുവിട്ടു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് പേരുകൾ പുറത്തുവിട്ടത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും. പ്രധാനമന്ത്രി ബഹിരാകാശ കേന്ദ്രത്തിൽ പേരുകൾ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ജോൺ ലോറൻസ് ചേരുന്നു. ലോറൻസ്, ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ആരാണ് ഈ പട്ടികയിലുള്ള മലയാളി? എന്താണ് അയാളുടെ പശ്ചാത്തലം? ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറെ വലിയൊരു കുതിപ്പ് ഇന്ത്യ ഇതുവരെ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യത്തിൽ വലിയ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നിൽ നിൽക്കുന്ന അമേരിക്ക, റഷ്യ, അതുപോലെ ചൈന, ഈ രാജ്യങ്ങൾക്കൊപ്പം തന്നെ എത്താവുന്ന വിധത്തിൽ വലിയൊരു മുന്നേറ്റം ഇന്ത്യ നേടിക്കഴിഞ്ഞു. അത് അവസാനത്തേത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഒരു വലിയൊരു കാൽവെപ്പ്, ബഹിരാകാശ ദൗത്യങ്ങളിൽ വലിയൊരു കാൽവെപ്പിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. 3 യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഇന്ത്യ ഈ വർഷം അവസാനം കടക്കും. അതിന് മുന്നോടിയായി ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി അവരുടെ പേരുകൾ പുറത്തുവിടും. 4 പേരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇവരുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അതിലൊരു മലയാളി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം. അത് പ്രശാന്ത് നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ചൗഹാൻ. ഈ ചൗഹാൻ്റെ പേര് പൂർണ്ണ വിവരം പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ 4 പേരുടെ പട്ടികയാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ VSSയിൽ അല്പസമയത്തിന് നടക്കാൻ പോകുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരുടെ പേരുകൾ ഔദ്യോഗികമായി പുറത്തുവിടും. അതോടൊപ്പം തന്നെ ഇവരെ രാഷ്ട്രത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ മലയാളി ഉണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന് നമ്മൾ സൂചിപ്പിക്കാനുള്ളതും, പ്രധാനമന്ത്രി ഇവരുടെ പേരുകൾ പുറത്തുവിടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രവുമല്ല ഈ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രത്യേകത. 2024 അത് ഈ വർഷം അവസാനത്തോടുകൂടി ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 12 പേരെ, അതായത് ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കാനുള്ള യാത്രികരാവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനുള്ള ശാരീരിക ക്ഷമതയും കായിക ക്ഷമതയും ഉൾപ്പെടെ വിജയിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്ന 12 പേരെ, അല്ലെങ്കിൽ ശേഷിയുള്ള 12 പേരെയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത്. ഇവരിൽ നിന്ന് 4 പേരുടെ ചുരുക്കപ്പട്ടികയിലേക്ക് ഇവർ ചുരുങ്ങി. ഇവരെ റഷ്യയിൽ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്ന് വിജയകരമായി പൂർത്തിയാക്കിയ 4 പേരെയാണ് തെരഞ്ഞെടുത്തത്. അതിൽ ഒരു മലയാളി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 4 പേരെയും റഷ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ യാത്രികരെ റഷ്യയിലെത്തിച്ച് പരിശീലനം പൂർത്തിയാക്കി. ഈ യാത്രികർ ഇപ്പോൾ ബംഗളൂരുവിൽ പരിശീലനത്തിലാണ്. അവരാണ് ഇപ്പോൾ ഇന്ന് VSSയിൽ എത്തിയിട്ടുള്ളത്. അവരെയാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ, അല്ലെങ്കിൽ ലോകസമക്ഷം കാണിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം അവർ വേദിയിലുണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ 2014 മുതൽ ഇതിനുള്ള പരീക്ഷണങ്ങൾ നടത്തി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. 2014 തന്നെ ഇന്ത്യ ഒരു പേടകം ബഹിരാകാശത്ത് എത്തിച്ച് തിരിച്ചിറക്കി വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. അതായത് റീ എൻട്രി എന്ന് പറയുന്ന, പുനഃപ്രവേശം എന്ന് പറയുന്ന ഒരു നടപടിക്രമമാണ് ഈ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും നിർണായകം. അതായത് ഭൗമ അന്തരീക്ഷത്തിലേക്ക് ഈ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കുന്ന വാഹനം ഭൗമ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ തോതിലുള്ള ഘർഷണത്തിന് വിധേയമാകും. അതിൻ്റെ ചൂട്, അതായത് ഈ ബഹിരാകാശ പേടകത്തിൻ്റെ പുറംചട്ടയ്ക്ക് വലിയ തോതിലുള്ള ചൂട് അനുഭവപ്പെടുകയും ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആ ഒരു ചൂട് ഘർഷണത്തിന് വിധേയമാവുകയും ചെയ്യും. അതോടുകൂടി ഈ പേടകത്തിൻ്റെ പുറംചട്ട വലിയ തോതിൽ ചുട്ടുപഴുക്കുകയും അത് അപകടത്തിലേക്ക് കത്തിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വിഷമകരമായ ഒരു പ്രതിസന്ധി ഇന്ത്യ വളരെ ശാസ്ത്ര സാങ്കേതികമായി പരീക്ഷിച്ച് കാർബൺ പോലെയുള്ള സിലിക്കയാണ് അതിൻ്റെ പുറംചട്ടയിൽ നമ്മൾ വിന്യസിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പൊതിഞ്ഞിട്ട് ഈ പേടകത്തിൻ്റെ പുറംചട്ട കാർബൺ മിശ്രിതമായ സിലിക്കയാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് വളരെ ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ കാർബൺ മിശ്രിതം. അത് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കും. 2014 ഡിസംബർ 18 ആളില്ലാ പേടകം ബഹിരാകാശത്ത് എത്തിച്ച് ബംഗാൾ ഉൾക്കടലിൽ തിരിച്ചിറക്കി വീണ്ടെടുക്കുന്ന ആ ദൗത്യം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ ഈ പേടകം എത്തിച്ച് ഒരാഴ്ചത്തെ ദൗത്യമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അത് കുറയാനോ കൂടാനോ സാധ്യതയുണ്ട്. എന്നിരുന്നാലും 4 പേരെയാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 3 പേരെ അയക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മലയാളി ഉൾപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ, ലിബീഷ്. ഇപ്പോൾ